നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ കോട്ടായി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് നമ്മുടെ പാലക്കാടിലെ കോട്ടായി ഭാഗത്ത് ഗ്രീൻ വേലി റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി ഇതാണ്. ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ മേലേക്കൂടെ കയറിയിട്ട് വേണം നമ്മളുടെ ഈ പ്രോപ്പർട്ടിക്ക് വരാൻ. കയറി വന്ന വഴിക്ക് നല്ല രീതിക്കുള്ള മുറ്റം കാര്യങ്ങളും ധാരാളം ഉണ്ട്. മൊത്തം വന്നിട്ട് 9 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം, ഹാള്, കിച്ചണായിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത്. നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഫേസിംഗ് ആണ്. അത് കയറി വന്ന വഴിക്ക് ഒരു 3-4 വണ്ടികൾ നിർത്തുന്നത്ര സ്ഥല സൗകര്യം ധാരാളം ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല, ഈ സൈഡിൽ കൂടെ നല്ല രീതിക്കുള്ള പച്ചക്കറികൾ അവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു ഗാർഡനിങ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യം ഈ ഭാഗത്ത് ധാരാളമുണ്ട്. അതേപോലെ അപ്പുറത്തും ചെറിയ പൂച്ചെടികളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നല്ല വൃത്തിയിൽ ഡീസൻ്റായിട്ടുണ്ട്. നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ മുൻവശം വന്നിട്ട് നല്ല രീതിക്കുള്ള ചെറിയൊരു തൊടിയാണ്. ആ തൊടി നമ്മളുടെ അല്ല, പക്ഷെ ഉണ്ടെങ്കിലും ഈ അറ്റ്മോസ്ഫിയർ വളരെ നന്നായിട്ടുള്ള ഒരു ഏരിയകളാണ് ഞാൻ മുന്നിട്ട് ഉള്ളത്. കയറി വരുമ്പോൾ തന്നെ നല്ല രീതിക്കുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സിറ്റ് ഔട്ടാണ്. കോമൺ ക്വൈറ്റായിട്ട് താമസിക്കാൻ പറ്റിയ ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഫുള്ളി ചെങ്കൽക്കെട്ടാണ്. വാസ്തുപ്രകാരം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോറായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാള്. നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹാളാണിത്. ഇവിടെയാണ് നമ്മുടെ TV പോയിൻറ്റും കാര്യങ്ങളും എല്ലതും വരുന്നത്. വീട് വന്നിട്ട് വെറും 1 വർഷം മാത്രമേ പഴക്കമുള്ളൂ. ഈ ഭാഗം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് റൂം വരുന്നത്. ഒരു 6 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിക്കുള്ള സ്ഥല സൗകര്യം ധാരാളമുണ്ട്. അത്യാവശ്യം ഇവിടുത്തെ സെൽഫൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ ഉള്ളത്. കിഴക്ക് വടക്ക് ഭാഗത്താണ് നമ്മുടെ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പേസിയസ് ആയിട്ടാണ് നമ്മളുടെ കിച്ചൺ ഉള്ളത്. ഈ ഭാഗത്ത് നല്ല രീതിക്കുള്ള സെൽഫും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് സാധനങ്ങൾ വയ്ക്കുന്നത്ര സെൽഫൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കും ഇവിടേക്കും കണക്ടിവിറ്റി ധാരാളമുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഇപ്പുറം ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ ഉള്ളത്. വീട്ടിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെള്ളാണ്. കൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈനും ഉണ്ട്. ഇത് വന്നിട്ട് പുകയില്ലാത്ത അടുപ്പാണ്. നമ്മുടെ ഈ വീട്ടിൽ മൊത്തം 3 ബെഡ്റൂമുണ്ട്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമായിട്ട് ഈ ബെഡ്റൂമിനെ കാണാം. നല്ല വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ സ്ഥിതി ചെയ്യുന്ന ജനൽ എല്ലാം വന്നിട്ട് ഫുള്ളി മെറ്റലാണ്. മെയിൻ ഡോർ മാത്രമേ തേക്ക് മരത്തിൽ ചെയ്തിട്ടുള്ളൂ. നല്ല വൃത്തിയിൽ ഡീസൻ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്.
അതേപോലെ ഈ ബെഡ്റൂമിൽ ഈ സൈഡിൽ കൂടെ നല്ല രീതിക്കുള്ള കബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. തുണി വയ്ക്കാൻ പറ്റിയ രീതിക്കുള്ള സെൽഫ് വൃത്തിയിൽ ഡീസൻ്റായിട്ട് ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല രീതിക്കുള്ള ഒരു ഡൈനിങ് ടേബിളെല്ലാം വെച്ചിട്ടുണ്ട്. സ്റ്റെയർ കേസൊക്കെ കാണുമ്പോൾ നല്ല ഡീസൻ്റായിട്ട് ഉണ്ട് ഇവിടെ. അതേപോലെ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇതാണ് വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം. ഈ ടൈലൊക്കെ എല്ലാവരുടെയും ഒരേപോലത്തെ വെള്ള കളർ ടൈലാണ്. നല്ല വൃത്തിയിൽ ഡീസൻ്റ് ആയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ഇവിടെയാണ്. ഈ സ്റ്റെയർ കേസൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഫുള്ളി മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കയറി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. നല്ല വൃത്തിയുള്ള ഡീസൻ്റായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഏരിയയാണ്. ഒരുപാട് ആൾക്കാർ അപ്പുറത്ത് പുറത്ത് താമസിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ വീടിൻ്റെ ഈ പുറകു വശം, ഈ വശമൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തൊടി കാര്യങ്ങൾ എല്ലതുമുണ്ട്. അതുകൊണ്ട് നല്ല രീതിക്കുള്ള കാറ്റും വെളിച്ചും എല്ലതും ഇവിടെ ധാരാളമുണ്ട്. നമ്മളുടെ ഈ ഡോറിൻ്റെ ഈ സൈഡിൽ കൂടിയാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് ഉള്ളത്. അതേപോലെ ഈ ഇരുമ്പ് ഡോറ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ രീതിക്കുള്ള ഓപ്പൺ സ്പേസ് ധാരാളമുണ്ട്. ഇവിടെയും ഇത്രയ്ക്കും സ്പേസ് ഉള്ളതാണ്. മേലെ കൂടെ 1-2 റൂം എടുക്കാന്നുണ്ടെങ്കിൽ എടുക്കണത്ര നല്ല പാകത്തുള്ള വീടാണ് ഈ വീട്. അപ്പോൾ ഞമ്മ പരിചയപ്പെട്ട ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ കോട്ടായി ഭാഗത്താണ് ഉള്ളത്. കോട്ടായി ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് ഇവിടെ വരെ 2 കിലോമീറ്ററാണ് ഉള്ളത്. ഈ സ്ഥലത്തിൻ്റെ ലോക്കൽ നെയിം വന്നിട്ട് ഗ്രീൻ വേലി റെസിഡൻസി എന്നാണ് അറിയപ്പെടുക. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. ഇതിൻ്റെ പരിസരമൊക്കെ അത്യാവശ്യം നല്ല വീടുകളും അതേപോലെ ഈ ബാക്ക് സൈഡൊക്കെ നല്ല രീതിക്കുള്ള തൊടി കാര്യങ്ങളെല്ലാം ഉള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ മൊത്തം വന്നിട്ട് 9 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചൺ ആയിട്ടുള്ള കിഴക്ക് മുഖമായിട്ടുള്ള വീടാണ് നമ്മുടെ ഈ വീട്. ഫുള്ളി ചെങ്കൽക്കെട്ടാണ്. വാസ്തുപ്രകാരം നന്നായിട്ട് നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിക്കുള്ള ഉമ്മാറം ധാരാളം ഉണ്ട് ഇതിൽ. അതുകൊണ്ട് എത്ര വണ്ടി വേണമെങ്കിലും കൊണ്ടുവന്ന് നിർത്താൻ നല്ല സ്ഥല സൗകര്യം ധാരാളമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് 55 ലക്ഷം രൂപയാണ്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസിൽ നിന്ന് ചെറിയൊരു മാറ്റം കൂടി വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. അഥവാ വീടെടുക്കുന്ന വ്യക്തികൾക്ക് ബാങ്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ലോൺ കൂടി റെഡിയാക്കി തരുന്നതാണ്. അപ്പോൾ ഈ വീടെടുക്കാൻ താല്പര്യമുള്ള വിളിക്കുക. നന്ദി, നമസ്കാരം.